ഹലോ ഹലോ നഴ്സിംഗ് ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ആവുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് തന്നെ നിങ്ങളുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. നമ്മൾ പാർട്ട് 1 പഠിപ്പിച്ച സെയിം ക്വസ്റ്റ്യൻസ് നന്നായി പഠിച്ച് പോവുക. സെയിം അതേ ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് നന്നായി പഠിച്ചിട്ട് പോവുക. ആൻഡ് നമ്മുടെ പാർട്ട് 2 നന്നായി പഠിച്ചിട്ട് പോവുക. ഇൻ്റർവ്യൂ നന്നായി പാസ്സാവുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. Waarom verlaten ze ihren jetzige Stelle als Krankenschwester? Why are you leaving your current nursing position? നിങ്ങൾ ഒരു നേഴ്സാണല്ലോ. നിങ്ങളിപ്പോൾ ഒരു നേഴ്സാണ്. എന്തുകൊണ്ടാണ് അത് ലീവ് ചെയ്ത് ജർമ്മനിയിലേക്ക് വരാനുള്ള കാരണം എന്നാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് പുതിയ പുതിയ ചാലഞ്ചസ് നേരിടാൻ എനിക്കിഷ്ടമാണ്. ഞാൻ പുതിയ പുതിയ ചാലഞ്ചസ് നേരിടാനും എൻ്റെ ഒരു നഴ്സിംഗ് സ്കില്ല് ഞാൻ വർദ്ധിക്കാനും, അതായത് ഞാൻ ഇപ്പോൾ ഒരു നേഴ്സാണ്, അതല്ലാതെ വേറൊരു കൺട്രിയിലേക്ക് വേറൊരു വേറെ പാറ്റേൺ ആയിരിക്കും. അപ്പോൾ അതും പുതിയ പുതിയ ചാലഞ്ചസ് നേരിടാനും എൻ്റെ ഒരു നേഴ്സിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തന്നെ ഒന്നും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ആൻസർ പറയാം. സോ ആൻസർ ഞാൻ പറഞ്ഞുതരാം. Ich suche neue Herausforderungen. Ich habe selbst Erfahrungen gesammelt, neue Fähigkeiten zu erlernen und hat das mich als Krankenschwester wirklich verbessert. അടുത്ത ക്വസ്റ്റ്യൻ. Wann waren Sie in Ihrem Job am glücklichsten? നിങ്ങളുടെ നഴ്സിംഗ് ജോബിൽ നിങ്ങളാണ് ഹാപ്പി ആവുക. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവർ ആസ് എ നേഴ്സ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആൻസർ ഐ എം ഇൻട്രാക്ടിങ് വിത്ത് പേഷ്യൻസിനായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് ഞാൻ കൂടുതൽ ഹാപ്പി ആവുക. ആസ് എ നേഴ്സ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് എന്ത് പറയണം? ഇത് തന്നെ പറയണം. ഓക്കെ. പിന്നെ ഞാൻ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് ഞാൻ ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ ഒരു താങ്ക്സ്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ട് അവരുടെ ഒരു നന്ദി, അവരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ റിയലി ഞാൻ എൻ്റെ ആ ഡേ തന്നെ ഭയങ്കര ഹാപ്പി ആവാറുണ്ട് എന്ന രീതിയിൽ ആൻസർ പറയണം. ആൻസർ തരണോ? ഓക്കെ, ആൻസർ എഴുതിയെടുത്തോ. Wen ich mit Patienten interagiere, ich bin am glücklichsten. പിന്നെ കുറച്ച് പോയിന്റ്സ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. Wen ich weiß, dass ich gute Arbeit leiste für die die bestmögliche Betreuung. Betreuung എന്ന് പറഞ്ഞാൽ കെയർ ചെയ്യാം. Wenn sich ein Patient bedankt oder verschont mir das wirklich den Tag. അവരുടെ പോസിബിളായിട്ടുള്ള കെയർ കൊടുക്കുമ്പോൾ ഇൻപേഷ്യൻറ്റ് അവരൊരു സ്മൈൽ കീപ്പ് ചെയ്ത് അവർ താങ്ക് യു പറയുമ്പോൾ റിയലി മേക്ക് മൈൻഡ്. ഓക്കെ, ഈ ആൻസർ നല്ലൊരു ആൻസറാണ്. ഇത് ഒരുപാട് നഴ്സുമാർ ഇൻ്റർവ്യൂവിന് പറഞ്ഞിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഈ ആൻസർ തന്നെ പഠിച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയാം. ഓക്കെ, സോ അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. We reagieren sie when ein patient aggressive wird. നമ്മുടെ പേഷ്യൻസ് അഗ്രസീവ് ആയി കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ റിയാക്ട് ചെയ്യും? സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻ്റർവ്യൂവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് നമ്മൾ ഭയങ്കര കാമാണോ എന്നൊക്കെ അറിയാനാണ്. സോ നമ്മൾ ആൻസർ പറയാം. Ich bleibe ruhig und professional. Der Ursache durch Diskussion Gespräch zu finden und achte aber stets auf meine eigene Sicherheit und die der andere Patient. അടുത്ത ക്വസ്റ്റ്യൻ. വി ഗെഹൻ സി വിത്ത് ഫീലർ ഇനൻ ഉണ്ടലാവൻസ്. അതായത് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും റിയാക്ട് ചെയ്യും. സോ എല്ലാ ഇൻ്റർവ്യൂസും ഇപ്പോൾ പൊതുവായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവർ ഹോസ്പിറ്റലിൽ നിങ്ങൾ എടുക്കുമ്പോൾ അവർക്കൊരു ധൈര്യം വേണം. കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഫെയിലോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളത് മറച്ചു വയ്ക്കുന്ന പേഴ്സണാണോ ഓപ്പണായിട്ട് പറയുന്ന പേഴ്സണാണോ എന്നറിയാനാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറയുമ്പോൾ നമ്മൾ പറയണം, ഞാൻ എത്രയും ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ഞാൻ എൻ്റെ അതായത് എനിക്ക് പറ്റിയ എന്താണ് തെറ്റ് പറ്റിയത് ഇമ്മീഡിയറ്റ്ലി ആയിട്ട് വേഗം പോയി ഡോക്ടറോട് പറഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ എത്രയും പെട്ടെന്ന് റെഡി ആക്കും എന്നുള്ള രീതിയിൽ ആൻസർ പറയണം. സോ യു ക്യാൻ സേ ich kommuniziere vielen Support öffnen und Schaden zu begründen. Nachher analysiere ich, wie es dazu kam, den Fehler in Zukunft zu vermeiden. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ പേജിൽ ഇടാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽ PDF എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൽ നമുക്ക് ഇനിയും ഒരുപാട് ക്ലാസ്സസ്
വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും റെഡി ആയിട്ട് തന്നെ ഇരിക്കുക. ഇൻ്റർവ്യൂ നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാം. പിന്നെ ഇൻ്റർവ്യൂവിന് മെയിനായിട്ട് ചോദിക്കുന്നത്, ഇപ്പോൾ നഴ്സിംഗ് അവിടെ പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പേഷ്യൻ്റ് അഗ്രസീവായി നിങ്ങൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. ഇനി നേഴ്സുമാരാണ് പോണിച്ചെങ്കിൽ നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിലെ മെഡിക്കൽ ടേംസ് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്, ഇപ്പോൾ ഗൈനക്കോളജി ആണെങ്കിൽ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെഡിക്കൽ ടേംസ് നന്നായി പഠിച്ചിട്ട് പോവുക. കാരണം അത് വെച്ചിട്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സോ എല്ലാവരും നന്നായിട്ട് തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ആൻഡ് കീപ് ഗോയിങ്. ഈ ജർമ്മനീനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസും അതേപോലെ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അത് വെച്ച് നമ്മളൊരു വീഡിയോ ഉറപ്പായും ചെയ്യുന്നതായിരിക്കും. For more details, contact Flight Sky is a German.